പശ്ചിമേഷ്യയിൽ വളരെ കാലമായി കേട്ടിരുന്ന ഒരു കനത്ത യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നുള്ള വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നതെന്ന് IDF പറയുമ്പോൾ ഈ സൈനിക കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ജനവാസ കേന്ദ്രങ്ങൾ തന്നെയാണ്. ഇതിനു മുൻപ് IDFിൻ്റെ ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങളെല്ലാം തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അവരുടെ റോക്കറ്റ് ലോഞ്ചറുകൾ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ബോംബിങ്, കനത്ത വ്യോമാക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. ലെബനൻ്റെ ജനവാസ കേന്ദ്രങ്ങൾ തന്നെയാണ്. അതായത് അതിർത്തിയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങൾ, നഗരപ്രദേശങ്ങളിൽ തന്നെയാണ് ഈ ബോംബിങ് നടക്കുന്നത്. ഒപ്പം തന്നെ ബക്ക താഴ്വരയിലും ഇത്തരത്തിൽ തന്നെ കനത്ത വ്യോമാക്രമണം നടക്കുന്നുണ്ട്. ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു, ഇതൊരു യുദ്ധം തന്നെയാണ്, തങ്ങൾ ശക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇസ്രായേലിൻ്റെ സൈനിക താവളത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഡ്രോണുകൾ പായിക്കുന്നത്. ഇന്നലെ മാത്രം 100ഓളം റോക്കറ്റുകളാണ് ഇസ്രായേൽ നേർക്ക് തൊടുത്ത് വിട്ടിരുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇറാഖിൽ നിന്നും മിലീഷ്യസ്, അതായത് ഈ ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഈ ഇസ്രായേലിലേക്ക് ഇന്ന് പുലർച്ചെ റോക്കറ്റ് ആക്രമണം നടത്തി. ഒപ്പം തന്നെ സിറിയയിൽ നിന്നും ആക്രമണം ഉണ്ടായതായിട്ടും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് അക്ഷരാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഞങ്ങളൊരു തുടക്കം മാത്രമാണ്, ഇവരെ തുടച്ചു നീക്കിയിട്ടേ ഇനി മുൻപോട്ട് പോകും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് 60,000-ഓളം വരുന്ന വടക്കൻ ഇസ്രായേലുള്ള ജനങ്ങളെ അവിടെ വീണ്ടും കുടിയിരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ലെബനനിൽ നിന്നും ഹിസ്ബുള്ള നടത്തുന്ന മുഴുവൻ ആക്രമണങ്ങളും വടക്കൻ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേൽ സേന ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. കനത്ത രീതിയിലുള്ള വ്യോമാക്രമണം ഇത് IDF തന്നെ, ഇസ്രായേൽ സേന തന്നെ സ്ഥിരീകരിച്ച വിവരമാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തു വിടുമെന്നും IDF സേന പറയുന്നു. ഇത് എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. പ്രത്യേകിച്ച് ഈ ജനവാസ കേന്ദ്രങ്ങളിലുള്ള സൈനിക ഡിപ്പോകളിലും മറ്റുമൊക്കെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികം ഒരുപാട് പേർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് കനത്ത യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇന്നലെ വരെ അത് ഏറ്റുമുട്ടലായിരുന്നു, ഇല്ലെങ്കിൽ ബോംബിങ്ങിൽ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു, മാറിയിരിക്കുന്നു എന്നുള്ളതല്ലെയാണ് ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ന്യൂസ് ഡെസ്ക്. ന്യൂസ് ഇന്ത്യ മലയാളം.